ഫൗസ്റ്റീനായോട് ഈശോ പറയുകയാണ്, ലോകം മുഴുവൻ എന്റെ കരുണ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ കരുണയിൽ ആശ്രയിക്കുന്നവർക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത പ്രഭാവനം ഞാൻ കൊടുക്കും. നിങ്ങളുടെ പാപങ്ങൾ, യെശയ്യാ പ്രവചനത്തിൽ പറഞ്ഞില്ലേ, നിങ്ങളുടെ പാപങ്ങൾ കടും ചുമപ്പായി കൊള്ളട്ടെ, വരുവിൻ നമുക്ക് അനുരഞ്ജനപ്പെടാം, വരുവിൻ നമുക്ക് അനുരഞ്ജനപ്പെടാം. ഫൗസ്റ്റീനായോട് പറഞ്ഞിരിക്കുന്നത് എല്ലാം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പറഞ്ഞിരിക്കുന്ന ബൈബിളിന്റെ തിരുവചനങ്ങളുടെ പുത്തനാവിഷ്കാരമാണ്. നമുക്ക് അനുരഞ്ജനപ്പെടാം. നിങ്ങളുടെ പാപങ്ങൾ കടിച്ചു പോപ്പായിക്കൊള്ളട്ടെ, ഞാനത് മഞ്ഞു പോലെ വെണ്മയുള്ളതാക്കി മാറ്റും. പക്ഷെ നമുക്കൊരു ബോധ്യം ഉണ്ടാകണം, എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്, ഞാൻ പാപം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഞാൻ പള്ളിയിൽ പോകുന്നുണ്ടല്ലോ, ഞാൻ അത് ചെയ്യുന്നുണ്ടല്ലോ, എന്റെ സമൂഹത്തിന്റെ പാപങ്ങൾ, എന്റെ കുടുംബത്തിന്റെ പാപങ്ങൾ ഞാൻ പലപ്പോഴും അറിയുന്നില്ല. ഞാൻ ഇവിടെ നിങ്ങളോട് ചോദിക്കാം, 2 വയസ്സ് കൈയൊന്നും കണ്ട ഞാൻ പറയാം, 2 മക്കളിൽ കൂടുതലുള്ളവർക്ക് കൈ വന്നാൽ പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നതിൽ ഒരു 80% വളരെ കുറച്ച് പേരെ കാണുള്ളൂ 2 മക്കളിൽ കൂടുതലുള്ളവർ. ദൈവം ധാരാളമായിട്ടല്ല, നിങ്ങൾ വാസക്തി മേഖല ഒന്നും നടത്തിയിട്ടല്ല. 2 മക്കളായപ്പോ ഇത്രയും മതി. തമ്പുരാനേക്കാൾ കൂടുതൽ തീരുമാനം നമ്മുടേതായി. പല ഐശ്വര്യങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. കുമ്പസാരത്തിലേക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കണം തമ്പുരാനോട്, കരുണയോടെ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ കുടുംബത്തിൽ കിട്ടുന്ന പല ഐശ്വര്യങ്ങളും തിരിച്ചു കിട്ടും. പഠിച്ചു പാസ്സായ മകന് ജോലി കിട്ടുന്നില്ല, എല്ലാം കാശ് കെട്ടി വെച്ചിട്ട് മകളുടെ കല്യാണം നടക്കണില്ല. എന്തുകൊണ്ട് ദൈവത്തിന്റെ കരുണ എനിക്ക് കിട്ടുന്നില്ല? ഞാൻ ആത്മശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. വീണ്ടും ഈശോ പറയാണ്, ദൈവത്തിന്റെ കാരുണ്യത്തിന് സാക്ഷ്യം വഹിക്കുന്നവരുടെ പേര് ദൈവസിംഹാസനത്തിന് മുന്നിലെ പുസ്തകത്തിൽ രക്തം കൊണ്ട് ഞാൻ എഴുതും. ദൈവത്തിന്റെ കരുണയ്ക്ക് സാക്ഷ്യം വഹിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 1, ദൈവത്തിന്റെ കരുണ ഞാൻ സ്വീകരിക്കണം. ദൈവത്തിന്റെ കരുണയിൽ ഞാൻ വിശ്വസിക്കണം. ദൈവത്തിന്റെ കരുണ എന്ന് പറഞ്ഞാൽ എന്റെ യോഗ്യത കൊണ്ടല്ല ദൈവം എനിക്ക് തരുന്നത്, ദൈവത്തിന്റെ കരുണ കൊണ്ടാണ്. അത് ഞാൻ വിശ്വസിക്കണം. ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ കരുണ ഞാൻ അനുഭവിക്കണം. അനുഭവിച്ചു കഴിയുമ്പോഴാണ് എനിക്ക് ലോകത്തോട് പറയാൻ സാധിക്കുക, ദൈവത്തിന്റെ കരുണ നിന്നെയും തേടി വരും. അതിന് സാക്ഷ്യം വഹിക്കുന്നവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ, ദൈവ സിംഹാസനത്തിന് മുമ്പിലെ പുസ്തകത്തിൽ രക്തം കൊണ്ട് ഞാൻ എഴുതുമെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ പറയാണ് ഫൗസ്റ്റീനായോട്, മനുഷ്യകുലത്തെ ശിക്ഷിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, മറിച്ച് കരുണയോടെ ചേർത്ത് നിർത്തി രക്ഷിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 1584 ഖണ്ഡികയിലാണ് പറയുന്നത്. സമാനമല്ലേ ഈശോ പറഞ്ഞത്? തന്റെ പുത്രനിൽ വിശ്വസിക്കുന്ന ആരും ശിക്ഷിക്കപ്പെടാതെ രക്ഷിക്കപ്പെടണമെന്നാണ് എന്റെ പിതാവിന്റെ ആഗ്രഹം. ഈശോ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പുതിയ ഭാഷയിൽ നമ്മളോട് പറയുന്നതാണ് ഫൗസ്റ്റീനായുടെ വെളിപ്പാട്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട വചനങ്ങൾ വളരെ പ്രത്യേകമായി ദൈവം എടുത്ത് പറയുന്നു. എന്നിട്ട് ദൈവം പറയാണ്, കരുണയുടെ കൃപകൾ ഒരു മാത്രം ഉപയോഗിച്ചാണ് ഞാൻ കോരിയെടുക്കാൻ ഞാൻ സാധിക്കുള്ളൂ. അത് ശരണം എന്ന പ്രാർത്ഥനയാണ്. ദൈവത്തിൽ ശരണപ്പെടുക, ദൈവത്തിൽ ശരണപ്പെടുക. എന്നിട്ട് ദൈവം പറയാണ്, കരുണയുടെ സിംഹാസനം കുമ്പസാരക്കൂടാണ്. എന്റെ പ്രകൃതിയുടെ പക്കൽ നിങ്ങൾ ഏറ്റുപറയുക, അത്ഭുതമുണ്ടാകും, അത്ഭുതമുണ്ടാകും. ആ കുമ്പസാരത്തിന്റെ ശക്തിയെ കുറിച്ച് ദൈവം നാം അനുഭവിച്ചറിയണമെന്ന്, നമുക്ക് തീക്ഷ്ണതയുടെ ബോധ്യം ഉണ്ടാകണമെന്ന് ദൈവം കരുണയുടെ വർഷത്തിൽ ആരംഭിക്കുന്നു. അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ കരുണയുടെ അംബാസഡർമാർ, മിഷണറീസ് ഓഫ് മേഴ്സി എന്ന് പറഞ്ഞ് വൈദികർക്ക് ഒരു പുതിയ ദൗത്യം കൊടുത്തു. എന്താണെന്നറിയാമോ? കത്തോലിക്ക സഭയുടെ നിയമം അനുസരിച്ച് ചില പാപങ്ങളുടെ മോചനം മാർപ്പാപ്പായ്ക്ക് മാത്രമായിട്ട് റിസർവ് ചെയ്തിട്ടുണ്ട്. മാർപ്പാപ്പായ്ക്ക് മാത്രമേ ഏറ്റുപറഞ്ഞാലോ പാപം മോചിക്കാൻ സാധിക്കുള്ളൂ. ആ അധികാരം മാർപ്പാപ്പ പാവപ്പെട്ട വൈദികർ കൊടുത്തിരിക്കുകയാണ് ഈ വർഷം. എല്ലാ പാവങ്ങളും ദൈവത്തിന്റെ കരുണ സമൃദ്ധമായി നമ്മുടെ സമൂഹത്തിലേക്ക് ഒഴുകണം എന്ന് മാർപ്പാപ്പ ആഗ്രഹിക്കുന്നു. മാർപ്പാപ്പ ഏലിയാ പ്രവാചകന്റെ തീക്ഷ്ണതയോടെ നമ്മൾ ഒപ്പിനിക്കുകയാണ്. നമ്മൾ ആ മാർപ്പാപ്പായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ജസബേൽ രാജ്ഞിയും ഹാഹാബ് രാജാവും ഒക്കെ അദ്ദേഹത്തിന്റെ രക്തത്തിന് വേണ്ടി കാത്തിരിക്കുന്നതാണ്. വീണ് പോകല്ലേ അപുരാനെ നമ്മൾ പ്രാർത്ഥിക്കണം അപ്പൊ മാർപ്പാപ്പായ്ക്ക് വേണ്ടി. കാരണം തീക്ഷ്ണത കൊണ്ട് ജയിക്കുകയാണ്. ഏലിയാ പ്രവാചകൻ ഗുഹയിൽ ഒളിച്ചിരിക്കുമ്പോൾ ദൈവം ചോദിക്കുന്നു, ഏലിയ നീ എന്തെടുക്കുകയാണ്? ഏലിയ പറഞ്ഞു, എന്റെ ദൈവമേ, നിന്നെ കുറിച്ചുള്ള തീക്ഷ്ണത കൊണ്ട് ഞാൻ ജയിക്കുകയാണ്. ഇതല്ലേ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകൾ കേൾക്കുക. ദൈവ കരുണയുള്ളവരാണ്. ദൈവം ക്ഷമിച്ചു എടുക്കണില്ല, ദൈവാരെ ശിക്ഷിക്കത്തില്ല, ദൈവാരെ ശിക്ഷിക്കത്തില്ല, ദൈവാരെ ഞാൻ വിധിക്കുന്നില്ല. ആത്മഹത്യ ചെയ്യുന്നവർ നരകത്തിൽ പോവുകയോ പതാവ് വരുന്ന എനിക്കറിയത്തില്ല. ദൈവത്തിന്റെ കരുണയുടെ ഒരു സിംഹാസനത്തിന് മുമ്പിലേക്ക് അവർ ചെല്ലുന്നത്. ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്ത ഒരു അമ്മയെ കുറിച്ച് മാർപ്പാപ്പയോട് പറഞ്ഞു. വളരെ വിശുദ്ധമായ സാഹചര്യങ്ങളിൽ ഈ പെൺകുട്ടി ദുരുപയോഗിക്കപ്പെട്ടതാണ്.
ആ വേദന കൊണ്ട് ഈ അമ്മ സഭയ്ക്കെതിരായി ദൈവദൂഷണം പറഞ്ഞ് മരിച്ചു. അമ്മ ഉപസാരിക്കാതെ മരിച്ചൊരു വേദനയോടെ മാർപ്പാപ്പയോട് പറഞ്ഞപ്പോ മാർപ്പാപ്പ പറയാണ്, ഐ അണ്ടർസ്റ്റാൻഡ്, എനിക്ക് ആ അമ്മയുടെ വേദന അറിയാം, എന്നെക്കാൾ എത്രയോ വലുതായി ദൈവത്തിന് അവളുടെ വേദന അറിയാം. അവൾ അങ്ങനെ ആയിപ്പോയതിന്റെ കാരണം എനിക്കറിയില്ല അവൾ സ്വർഗത്തിൽ പോവോ നരകത്തിൽ പോവെന്ന്. ദൈവത്തിന്റെ കരുണയിൽ വിശ്വസിക്കുന്ന ഒരു പ്രവാചകനെ ദൈവം നമ്മുടെ പക്കലേക്ക് അയച്ചിരിക്കുന്നു. ആ പ്രവാചകന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. തിന്മയുടെ ശക്തികൾ അവനെ ദുർബലപ്പെടുത്താതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം. വീണ്ടും പറയുകയാണ് ഈശോയുടെ സങ്കടം, ആത്മാക്കൾ വളരെ വിരളമായി മാത്രം വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ എന്നോട് ഐക്യപ്പെടുവാൻ കാണിക്കുന്ന നിസ്സംഗത എന്നെ വേദനിപ്പിക്കുന്നു. വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ എന്നെ സ്വീകരിക്കുവാൻ, എന്നോട് ഐക്യപ്പെടുവാൻ ആത്മാക്കൾ കാണിക്കുന്ന നിസ്സംഗത എന്നെ വേദനിപ്പിക്കുന്നു. വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ നമുക്കൊരു തീക്ഷ്ണതയുണ്ടോ? നമ്മള് പള്ളിയിൽ പോകുമ്പോ ഈ കരിസ്മാറ്റിക് നഗരങ്ങളൊക്കെ ഒന്ന് പോയി നാട്ടിൽ മേടിക്കുകയൊക്കെ ചെയ്യും. നിങ്ങൾ സ്നേഹത്തോടെയാണോ എന്റെ ഈശോ വരുന്നു എന്നുള്ളൊരു ബോധ്യത്തോടെ അത് കൈ കെട്ടിങ്ങനെ ചെല്ലു പോകുന്നുണ്ട്, ഇതിന് പോകാൻ തോന്നുന്നു. ചെല്ലെന്ന് പറഞ്ഞാൽ എന്നെ കുറിച്ച് തന്നെ ആയിരിക്കും. കൈ കുറെ ഇങ്ങനെ പോവാണ്, പോയി ഇങ്ങനെ നീട്ടി ചിന്തിച്ചു പോലെ കിട്ടിയോ മേടിച്ചു. ഈശോയാണ്, ഒരു സ്നേഹത്തോടെയാണോ ഈശോയുടെ പക്കലേക്ക് ഞാൻ പോവുക? ഈശോയെ സ്വീകരിക്കുന്നതിന് ഒരു സ്നേഹം ഞാൻ അനുഭവിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, സത്യസന്ധമായി നിങ്ങൾ അനുഭവിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അത് കിട്ടും. കാരണം എന്താ? നിങ്ങൾ ഈശോയെ എന്നെ അനുഭവിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നേരെ മറിച്ച് ഇല്ല, ഈ നിസ്സംഗതയാണ് ഈശോയ്ക്ക് വേദന. ഈ ഈശോ പറഞ്ഞില്ലേ വെളിപ്പാടിന്റെ പുസ്തകത്തിൽ, നിങ്ങൾക്ക് ചൂടോ തണുപ്പോ ഇല്ല, അതാണ് എന്നെ വേദനിപ്പിക്കുന്നത്. നിങ്ങൾ സന്തോഷത്തിനാണ്. നിങ്ങൾക്കറിയാമല്ലോ, കരുണയുടെ നൊവേന നമ്മൾ നടത്തുമ്പോൾ 9 നിയോഗങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അതിൽ 9ാമത്തെ നിയോഗം സന്തോഷത്തിനാണ്. നമ്മുടെ ക്യാരക്ടർ അതല്ലേ നമ്മൾ ആത്മശോധന ചെയ്യാം. കാര്യം നമ്മളിവിടെ ആരാധനയ്ക്ക് വരുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ഡു ഐ ഹാവ് എ സിൻസിയർ ഡിസയർ ഫോർ ജീസസ്? യേശുവിന് വേണ്ടിയുള്ള തീക്ഷ്ണമായ ഒരു ദാഹം എനിക്കുണ്ടോ? എന്റെ ഈശോയെ ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നുവെന്ന് ഒരാൾ ചൊല്ലിത്തരുമ്പോഴോ അല്ലയോ പറയുമ്പോ, ഡു യു ലവ് ജീസസ്? ഈശോയുടെ നോക്കിക്കൊണ്ട് ഈശോയെ എനിക്ക് അങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറയാനുള്ള ഒരു സത്യസന്ധത നമുക്കുണ്ടോ? ആ സത്യസന്ധത കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ദൈവത്തിന്റെ മുമ്പിൽ. എന്നിട്ട് ഈശോ വീണ്ടും പറഞ്ഞു പോവുകയാണ് ധ്യാനിക്ക് വിഷയങ്ങള്. ഈശോ പറയുന്നതാണ്, മനുഷ്യബുദ്ധിക്ക് അളക്കാനാവാത്ത വിധം ഉന്നതമാണ് ദൈവത്തിന്റെ കരുണ. ദൈവകരുണയിൽ നിന്നാണ് എല്ലാ സൃഷ്ടികളും അസ്തിത്വം സ്വീകരിച്ചത്. നിത്യതയിൽ മുഴുകുന്നതും അതിൽ നിന്നാണ്. 2 കാര്യങ്ങളാണ്. ദൈവത്തിന്റെ കരുണ. ദൈവം എന്നോടെന്ന ഇത്ര വലിയ കരുണ കാണിച്ചിരിക്കുന്നത് എന്ന് തമാശ രൂപത്തിലെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മാപ്പി ചോദിക്കണം. എന്റെ അസ്തിത്വം ദൈവത്തിന്റെ കരുണയിൽ നിന്നാണ്. ഞാൻ ഈ ലോകത്തിലേക്ക് വരുന്നത് ദൈവത്തിന്റെ സ്നേഹത്തിൽ. യോഹന്നാന്റെ 1-ാം ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, ദൈവം നമ്മളെ സ്നേഹിച്ചു എന്നതിലാണ് ദൈവസ്നേഹം. എങ്ങനെയാണ് ഞാൻ ലോകത്തിലേക്ക് വന്നത്? നമുക്ക് പെട്ടെന്ന് സാത്താനോ അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയോ പറഞ്ഞു തരുന്ന ഒരു കാര്യമുണ്ട്. എന്റെ അപ്പനും അമ്മയും കൂടെ ബന്ധപ്പെട്ടു, അണ്ടോ ബീജോ കൂടെ സങ്കല്പിച്ചപ്പോൾ ഒരു ശിശു ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, അതായിരുന്നു സത്യമെങ്കിൽ ഇനി അണ്ടോ ബീജോ കൂടെ സങ്കല്പിച്ചിട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ എലിജിബിൾ കപ്പിൾസിന്റെ 20% ഇൻഫെർട്ടൈൽ ആയിരിക്കുന്നത്? ദൈവം വെച്ചിരിക്കുന്ന ഒരു ക്രമീകരണമാണ്. സഭാപ്രസംഗന്റെ പുസ്തകം 11-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിന്റെ ചൈതന്യം ഈ അണ്ടത്തിലേക്കും ബീജത്തിലേക്കും പ്രവേശിക്കുമ്പോഴാണ് അത് കുഞ്ഞായിട്ട് മാറുന്നത്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ദൈവം അത് പറഞ്ഞിട്ടുണ്ട്. ദൈവം സ്വന്തം ഛായയിൽ മണ്ണിൽ നിന്നൊരു മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യനായോ? ഇല്ല. ദൈവത്തിന്റെ ശ്വാസം അതിലേക്ക് ദൈവം വിശ്വസിച്ചു. 2 അപ്പോഴാണ് മനുഷ്യനായത്. ഇപ്പൊ ഞാനിവിടെ നിന്നോട് പ്രസംഗിച്ചോണ്ടിരിക്കുക, ദേവപ്രസാദ് പത്രപ്രവർത്തകൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പത്രപ്രവർത്തകനാണ്. ഇപ്പൊ എന്റെ ഈ ജീവശ്വാസം പോയാലും, ഞാനിവിടെ കമന്നടിച്ചു വീണാലും പിന്നെ ഞാൻ ശവമാണ്, ഞാൻ മനുഷ്യനല്ല. അപ്പൊ നമ്മുടെ അസ്തിത്വം എന്ന് പറയുന്നത് നമ്മളിലുള്ള ദൈവത്തിന്റെ ജീവനാണ്. ആ ജീവൻ വളർത്തുന്ന കാര്യം നമുക്കുള്ളൂ. അത് ദൈവത്തിന്റെ കരുണയാണ്. ദൈവത്തിന്റെ കരുണയാണ്. അപ്പൊ ദൈവത്തിന്റെ കരുണ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ആദ്യം ഞാൻ ആ ഭർത്താവിന്റെ അനുഭവം പറഞ്ഞില്ലേ, ഇത്രയും ഇവൾ എന്നെ സ്നേഹിച്ചു എന്ന് അറിഞ്ഞത് മനസ്സിലാക്കുന്ന തമ്പുരാനെ അവൾ ഇല്ലാതായപ്പോഴാണ്. ഇത് ഭർത്താവിന്റെ മാത്രം അവസ്ഥയല്ല, ഭാര്യമാരുടെ അവസ്ഥയാണ്. അദ്ദേഹം എന്നെ ഇത് ഇത്രയും കരുതിയത് ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹം ഇല്ലാതായപ്പോഴാണ്. ആ വഴക്കില്ലാതായപ്പോഴാണ് ആ കരുതൽ സ്നേഹം ഞാൻ മനസ്സിലാക്കിയത്. ഇതുപോലെ ഈ ദൈവത്തിന്റെ കരുണ ഇല്ലാതായ നമ്മൾ മനസ്സിലാക്കും ദൈവത്തിന്റെ കരുണ എന്താണ്. അതിന് ഇടയാക്കരുത് എന്ന് നമുക്ക് തമ്പുരാനോട് പ്രാർത്ഥിക്കാം. ദൈവം പറയാണ്, എല്ലാ സൃഷ്ടികളുടെയും അസ്തിത്വം ദൈവത്തിന്റെ കരുണയിൽ നിന്നാണ്. എല്ലാ സൃഷ്ടികളുടെയും അസ്തിത്വം.
എന്നിട്ട് ദൈവം പറയുകയാണ്, കരുണയുടെ ഉറവയിൽ നിന്ന് അണയാതെ മാനവകുലത്തിന് സമാധാനം ലഭിക്കുക. ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടി ദൈവം പറഞ്ഞു തരുന്ന ഒരു മാർഗമാണ് ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിക്കുക. ദൈവമേ കരുണ കാണിക്കണമേ, ISS അവരോട് കരുണ കാണിക്കണമേ. സഭയെ, നിന്റെ മക്കളെ നിന്നിൽ വിശ്വസിക്കുന്ന കാരണം കൊണ്ട് ബലിയർപ്പിക്കുന്നു കരുതുന്നവരോട് കരുണ കാണിക്കണമേ. ഈശോ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് ബലിയർപ്പിക്കുന്നത് എന്ന് കരുതുന്ന ദിവസം വരുന്നത്. ഈശോ പറയുന്നതാണ്, അവർ എന്നെയോ എന്റെ പിതാവിനെയോ അറിഞ്ഞിട്ടില്ലാത്തത് കൊണ്ടാണ്. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ നിങ്ങളെ വധിക്കുന്നവർ ദൈവത്തിന് ബലിയർപ്പിക്കുന്നത് കരുതുന്ന ദിവസം വരുന്നു. എന്താ അവരങ്ങനെ ചെയ്യുന്നത്? എന്നെയോ എന്റെ പിതാവ്, ദൈവത്തിന്റെ കരുണ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ നിലവിളിച്ചു പ്രാർത്ഥിക്കുന്നത്, ദൈവമേ കരുണയായിരിക്കണം. കത്തോലിക്ക സഭയുടെ ചരിത്രത്തില് 700 വർഷമായി ജൂബിലി വർഷങ്ങൾ ആഘോഷിച്ചു. 29ാമത്തെ ജൂബിലിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ 29ാമത്തെ ജൂബിലിക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു പ്രത്യേകത കാണിച്ചിട്ടുണ്ട്. ലോകത്തിലെ എല്ലാ കത്തീഡ്രൽ ദേവാലയങ്ങളിലും മെത്രാന്മാര് ഇന്ന് കരുണയുടെ കവാടം തുറന്നു. നമുക്ക് കരുണയുടെ അനുഗ്രഹം ലഭിക്കാൻ ഇനി നമ്മൾ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലേക്ക് യാത്ര ചെയ്യണമെന്നില്ല. നിങ്ങളുടെ കത്തീഡ്രൽ ദേവാലയത്തിൽ പോയി ഭക്തിയോടെ പ്രാർത്ഥിച്ച, കത്തീഡ്രൽ ദേവാലയം മാത്രമല്ല, ചങ്ങനാശ്ശേരി അതിരൂപതയിൽ എനിക്ക് 10 പള്ളികളുണ്ട്. തിരുവനന്തപുരത്ത് ഞങ്ങളുടെ ലൂർദ് പള്ളിയിലുണ്ട്, കൊല്ലത്തെ പള്ളിയിലുണ്ട്, മെത്രാപ്പൊലീത്ത നിരവധി പള്ളികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ കരുണയുടെ അനുഭവം വിശ്വാസ സമൂഹം അനുഭവിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞോട് മാത്രമല്ല ഇത് നടക്കുന്നത്, ഓരോ ഭക്തരെയും പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിച്ചിരിക്കുന്നു. കാരണം സഭയുടെ അവസ്ഥ, സഭയുടെ വിശ്വാസികളുടെ അവസ്ഥ, ഇന്ന് സമ്പത്തൊക്കെ ഉണ്ട്, പക്ഷെ ദൈവത്തിന്റെ കരുണ അനുഭവിക്കാൻ സഭയ്ക്ക് കഴിയാതെ വന്നിരിക്കുന്നു. നമ്മുടെ കുടുംബങ്ങളിൽ വിവാഹം കഴിക്കാത്തവർ നിൽക്കുന്നു, വിവാഹം കഴിച്ചവർ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ല. ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളിൽ തന്നെ ഡീഫോമിറ്റീസ് ഒക്കെ ഒത്തിരി ഭീകരമായി വർദ്ധിച്ചു വരുന്നു. ഓട്ടിസം അങ്ങനെയുള്ളതൊക്കെ ഇന്ന് ഭീകരമായിട്ട് വർദ്ധിച്ചു വരികയാണ്. ദൈവത്തിന്റെ മഹാകരുണയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവമേ ഞങ്ങളെ ശിക്ഷിക്കരുതേ എന്ന് പ്രാർത്ഥിക്കണം. സഭ ഒന്നടക്കം പ്രാർത്ഥിക്കണം. ഒന്നടക്കം പ്രാർത്ഥിക്കുന്ന അനുഭവം നടക്കും. ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം. 1917 ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ട അമ്മ ലൂസിയോട് പറഞ്ഞു, റഷ്യയെ അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിക്കണം. ലൂസിക്ക് 3 രഹസ്യങ്ങൾ കൊടുത്തു. 2 രഹസ്യങ്ങൾ വെളിപ്പെടുത്തി. 3ാമത്തെ രഹസ്യം ഒരു കവറിൽ പൊട്ടിച്ച് റോമില് മാർപ്പാപ്പയ്ക്ക് എത്തിച്ചു കൊടുത്തു. തൂയിലെ മെത്രാനാണ് എത്തിച്ചു കൊടുത്തത്. അത് മാർപ്പാപ്പമാര് 12ാം പീയൂസ് മാർപ്പാപ്പ വായിച്ചു, 23ാം യോഹന്നാൻ മാർപ്പാപ്പ വായിച്ചു, പോൾ 6 മാർപ്പാപ്പ വായിച്ചു. ലോകത്തോട് പറഞ്ഞില്ല. ജോൺ പോൾ 2 മാർപ്പാപ്പ ഇത് വായിച്ചു. എന്നാ വായിച്ചെന്നറിയാമോ? 1981 മെയ് മാസം 13ാം തീയതി ഫാത്തിമയുടെ തിരുനാൾ ദിവസത്തിന് ജോൺ പോൾ മാർപ്പാപ്പയ്ക്ക് വത്തിക്കാനിൽ വെച്ച് വെടിയേറ്റു. നിങ്ങൾക്ക് എല്ലാം അറിയുന്ന സംഭവമാണ്. ജോൺ പോൾ മാർപ്പാപ്പ വെടിവെച്ചത് അലി അൽഖ എന്ന് പറയുന്ന ഒരു ഷൂട്ടറാണ്. ഇതുപോലെ അടുത്തിരുന്ന വെടിവെക്കുന്നത്. അദ്ദേഹം അലി അൽഖ എന്ന് പറയുന്ന ആൾ ഒരിക്കലും ലക്ഷ്യം തെറ്റാത്ത ആളാണ്, വളരെ വെടിവെച്ചു വന്നിട്ടുള്ള ആളാണ്. പക്ഷേ മാർപ്പാപ്പ ഇയാൾ രാജ്യം ഭരിക്കുന്ന കൃത്യസമയത്ത് ആരോ ഫാത്തിമ മാതാവിന്റെ രൂപ ഉയർത്തി അത് ആശീർവദിക്കാൻ തിരിഞ്ഞതുകൊണ്ട് ഇയാൾ കൃത്യം പ്രദേശത്തിൽ വെടിവെച്ച് കൊണ്ടില്ല. മാർപ്പാപ്പ വീണു. മാർപ്പാപ്പയുടെ ശരീരവുമായിട്ട് റോമിലെ ആശുപത്രിയിലേക്ക് പോയി. ആ സമയത്ത് മാർപ്പാപ്പയെ ശസ്ത്രക്രിയ നടത്തേണ്ട ഡോക്ടർ, അതായത് അവിടുത്തെ സർജറി പ്രൊഫസർ 30 കിലോമീറ്റർ അപ്പുറം പ്രൊഫസർ ഒലിവെറ്റി, അതായത് മുഴുവൻ പേരിലുള്ള ഒലിവെറ്റി എന്നുള്ളതാണ് പറയാൻ എളുപ്പമുള്ളത്, ബാക്കിയുള്ള ഞാൻ പറയണില്ല, ഓർക്കുന്നത്. അദ്ദേഹം 30 കിലോമീറ്റർ അപ്പുറത്തൊരു വീട്ടില് സ്വകാര്യ സന്ദർശനത്തിന് പോയതാണ്. അദ്ദേഹം TV-യിൽ സ്ക്രോൾ ചെയ്ത് വരുന്നത് പോപ്പ് ഷോട്ട് ടേക്കൺ ടു ദ ഹോസ്പിറ്റൽ. അദ്ദേഹം വീട്ടിൽ, ഞാനത് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വണ്ടി ഓടിച്ച് ആശുപത്രിയിലേക്ക് പോകണം. അദ്ദേഹം പറഞ്ഞു, ജീവിതത്തിൽ ആദ്യമായി ഇറ്റലിയിൽ ഞാൻ വൺവേ തിരിച്ച് വണ്ടി ഓടിച്ചു. വൺവേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ത്യക്കാർക്ക് ശരിക്കും അറിയത്തില്ല, യൂറോപ്പിലൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാം. ഒരു ദിശയിലേക്ക് 100-200 കിലോമീറ്റർ സ്പീഡിൽ വരിക. ഇതിലേക്ക് ഒരു വണ്ടി വന്നാൽ ഇടിച്ച് തെറിച്ചാൽ എത്ര കിലോമീറ്റർ അപ്പുറം പോയി വീടെന്ന് അറിയാൻ പറ്റില്ല. പക്ഷെ അന്ന് അദ്ദേഹം പറയാണ്, ഞാൻ എവിടെ വൺവേ തിരിച്ചു അവിടെയൊന്നും എതിരെ ഒരു വണ്ടിയെ വന്നില്ല. എന്നിട്ട് അദ്ദേഹം ആശുപത്രി ചെന്നു. ആശുപത്രി ചെല്ലുമ്പോൾ പറയുന്നത് 9 ലിഫ്റ്റ് ഉണ്ട് ആശുപത്രിയിൽ. ഇദ്ദേഹം 25 വർഷമായിട്ട് ജോലി ചെയ്യുന്ന ആശുപത്രിയാണ്. എന്നാലും ഒരു 5-6 മിനിറ്റ് നിൽക്കാതെ ലിഫ്റ്റ് കിട്ടാറില്ല. പക്ഷെ അന്ന് ചെല്ലുമ്പോൾ 3 ലിഫ്റ്റ് റെഡി ആയിട്ട് കിടക്കും. ഇതേപോലെ ലിഫ്റ്റ് കയറി ഇദ്ദേഹം ഓപ്പറേഷൻ തിയേറ്ററിലെത്തി. ഓപ്പറേഷൻ തിയേറ്ററിലെത്തിയപ്പോ മാർപ്പാപ്പയുടെ ഡ്രസ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. മാർപ്പാപ്പയുടെ ബ്ലഡ് പ്രഷർ കുത്തനെ താഴുകയാണ്. സപ്പോർട്ടീവ് സിസ്റ്റംസ് എല്ലാം കൊടുത്തു. അപ്പോഴാണ് നാല് സർജറി നടക്കും. സർജറി നടക്കുന്ന പ്രൊഫസറെ വിളിക്കണം. ഉടനെ ഫോണിലേക്ക് ഓടുകയാണ്. ഇപ്പോ ഈ ജൂനിയർ ഡോക്ടർ മാർപ്പാപ്പയെ വിളിക്കാൻ വരുമ്പോൾ ഇതാ പ്രൊഫസർ സർജറിക്കുള്ള ഡ്രസ് കൊടുത്തിരിക്കുന്നു. പ്രൊഫസറോട് ചോദിച്ചു, ഹൂ ബ്രോട്ട് യു ഹിയർ? ആ പ്രൊഫസർ പറയാണ്, ദ മദർ ഓഫ്
ജോൺ പോൾ സെക്കൻഡ്, ബ്ലെസ്ഡ് വെർജിൻ മേരി. ജോൺ പോളിന്റെ അമ്മ പരിശുദ്ധ കന്യക മറിയം, അവളാണ് കൊണ്ടുവരുന്നത്. വൻമയിൽ കുലുക്കിയത്. നമ്മുടെ ജീവിതത്തിൽ അപകടങ്ങളുണ്ടാവും, ബുദ്ധിമുട്ടുകളുണ്ടാവും. പക്ഷെ നമ്മളെ സഹായിക്കാൻ നമ്മുടെ അമ്മ നമുക്ക് ക്രമീകരണങ്ങൾ ചെയ്യും. 9 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഈ വെടിയുണ്ട എടുത്തിട്ട് അദ്ദേഹം പത്രക്കാർക്ക് അറിയാലോ, പത്രക്കാര് ഓപ്പറേഷൻ തുടങ്ങുമ്പോൾ പോലെ കൊടുത്തു, മാർപ്പാപ്പ മരിച്ചുകൊണ്ടിരിക്കുന്നു, രക്തം കൊടുത്തു, ഇതെല്ലാം എന്റെ ഭാവന എഴുതുക. പക്ഷെ ഇവർക്ക് ഓരോ നിമിഷങ്ങൾ കൊടുത്തോണ്ടിരിക്കണം. ഒരു പത്രത്തിൽ മരിച്ചെന്നാണ് മറ്റേ പത്രത്തിൽ മുഖം കൂടിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞൊക്കെ എഴുതും. അതൊക്കെ അവർ ഭാവന എഴുതാം. 9 മണിക്കൂർ കഴിഞ്ഞപ്പോ അദ്ദേഹം പത്രക്കാരെ കണ്ട് അദ്ദേഹം പറഞ്ഞു, മാർപ്പാപ്പ അപകടങ്ങൾ തരണം ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് പറയാണ് എങ്ങനെയാണ് അദ്ദേഹം രക്ഷിക്കപ്പെട്ടത്. വെടിവെച്ചത് അടിയാക്കുകയാണെങ്കിൽ ഉണ്ടയെതിരെ പോകണം നിശ്ചയിച്ചത് വേറൊരു ശക്തിയാണ്. അതിന് കാരണം അദ്ദേഹം പറഞ്ഞു, വെടിയുണ്ട ഉള്ളിലേക്ക് എന്ന് അതേ രക്ഷിച്ച വെടിയുടെ നേരെ പോയെങ്കിൽ ഒരു ഹാർട്ടിലറി മുറിവുണ്ടായിരുന്നെങ്കിൽ ആശുപത്രിയിൽ എത്തുന്നതിനും ബ്ലീഡിംഗ് മൂലം മരണം മരിച്ചു പോയത്. അകത്തിലേറിയ വെടിയുണ്ട തിരിഞ്ഞു പോയ സ്ഥലത്തേക്ക് ആര് സേവ് ചെയ്ത് ഉത്തരം ഒന്ന് തന്നെ. മദർ ഓഫ് ജോൺ പോൾ സെക്കൻഡ്, ബ്ലെസ്ഡ് വെർജിൻ മേരി. ഒരു ഡോക്ടർക്ക് തോന്നിയ, അദ്ദേഹം സഭാപ്രസംഗനൊന്നുമല്ല, സുവിശേഷ പ്രസംഗനല്ല, ഒരു ഡോക്ടർ പറഞ്ഞതാ. ദൈവത്തിന്റെ സ്നേഹാനുഭവം. ആ മാർപ്പാപ്പ എഴുതിയെന്നറിയാമോ, എന്റെ ജീവിതത്തിൽ എന്തുമാത്രം ആകുലതകളാണ് ഞാൻ ജപമാലയിൽ സമർപ്പിച്ചത്. എല്ലാത്തിനും എന്റെ അമ്മ പരിഹാരം ഉണ്ടാക്കുന്നത്. ശങ്കേട്ടിപ്പിച്ച് പറഞ്ഞതാ. ജപമാല എന്നുള്ള അദ്ദേഹത്തിന്റെ അപ്പസ്തോലിക ലേഖനത്തിൽ പറഞ്ഞതാ, നിങ്ങൾ ജപമാല പ്രാർത്ഥിക്കണം, നിങ്ങളുടെ ആകുലതകൾ ജപമാലയിൽ സമർപ്പിക്കണം. 8ാമത്തെ വയസ്സിൽ അമ്മ മരിച്ച്, 12ാമത്തെ വയസ്സിൽ ചേട്ടൻ മരിച്ച്, 21ാമത്തെ വയസ്സിൽ അപ്പനും മരിച്ച്, ലോകത്ത് ആരുമില്ലാതായപ്പോ ജോൺ പോൾ പറഞ്ഞു, പറഞ്ഞു, അമ്മേ ഞാൻ പൂർണ്ണമായി നിന്റേതാണ്. ഞാൻ പൂർണ്ണമായി നിന്റേതാണ്. അമ്മയെ ചേർത്ത് നിർത്തി, വളർത്തി, മെത്രാനാക്കി, അമ്മപ്പയാക്കി. 27 കൊല്ലം സഭയെ ഭരിച്ചു. ഒരു ജപമാല പ്രാർത്ഥന പോലെ. ഈ മാർപ്പാപ്പയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോ പോളണ്ടിൽ നിന്ന് വന്നവര് അവരുടെ പ്രിയപ്പെട്ട കർത്തം മാതാവ്, ബ്ലാക്ക് മഡോണ എന്ന് പറയും, ചെക്കോയിലെ മാതാവിന്റെ രൂപമാണ്. അത് മാർപ്പാപ്പായുടെ സിംഹാസനത്തിൽ വെച്ചിട്ട് അവർ ജപമാല പ്രാർത്ഥിച്ചു. അവർ വിശ്വാസം ജോൺ പോളിന്റെ ജപമാല രക്ഷിക്കുന്നത്. ഡോക്ടറല്ല ജോൺ പോളിനെ രക്ഷിച്ചത്. നമുക്കൊരു ദൈവമുണ്ട്, എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവം, എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവം, നമ്മളോട് കരുണ കാണിക്കുന്ന ദൈവം. ഈ ദിവ്യകാരൻ നിങ്ങളോട് സംസാരിക്കും. എന്നോട് സംസാരിച്ചിട്ടുണ്ട്. സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഇവരെന്നോട് വർത്താനം പറയില്ല. ഞാൻ തിരുവനന്തപുരത്താണ് ജോലി ചെയ്തത്. എനിക്കൊരു അവിടുത്തെ പിന്നെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ പരിചയമുണ്ട്. അങ്ങനെ നന്നായിട്ട് ദൈവവിശ്വാസമുള്ള ഉദ്യോഗസ്ഥനറിയാം, നല്ല ഉദ്യോഗസ്ഥന്മാർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ബാക്കിയുള്ളവരെല്ലാം പണിയുന്നു അവർക്ക്. അങ്ങനെ ഒരു സദാചാരം വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ രാജിവെക്കാൻ പോവാ, എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. ഞാൻ പിന്നെ സാറിന് കാണിക്കുന്നത്, സാറിനെയൊക്കെ സമൂഹത്തിന് ആവശ്യമുള്ള സാർ രാജിവെക്കരുത്. ഞാൻ എന്താ പറയുക, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ വെർച്വലി അവരെന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആക്കി മാറ്റിയത്. കുറച്ചൊക്കെ സംസാരിച്ചു. അത് ഞാൻ ദീപയുടെ റെസ്റ്റോറൻറ്റ് എടുത്തിട്ടാണ്. ഞങ്ങൾ സാറ് ഒത്തിരി പ്രാർത്ഥിക്കുന്നതാണ്. സാറ് പള്ളിയിൽ പോയത് പ്രാർത്ഥിച്ചിട്ട് തീരുമാനം എടുക്കും. എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ചില വിഷയങ്ങൾ വരും, നമുക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത വിഷയങ്ങൾ വരും. ഞാൻ അവിടെ സാറിനോട് പറഞ്ഞു, സാറേ എന്നാ സാറൊന്ന് രാജിക്കത്തൊന്നും എഴുതി കൊടുക്കരുത്, ഞാൻ സാറിന് വേണ്ടി പോയിരുന്നു പ്രാർത്ഥിക്കാം. അതിന് ശേഷം ഞാൻ സാറിനോട് വിളിച്ചു പറയാം, ഈശ്വരനോട് പറഞ്ഞു. ഇങ്ങനെ ഈശോ സംസാരിക്കണമെന്നൊന്നും കരുതിയല്ല ഞാൻ പോകും. ഞാൻ അത് കഴിഞ്ഞ് 8:30 ക്യാമ്പിലെ ദിവ്യ ജോലിയൊക്കെ കഴിഞ്ഞത്. അത് കഴിഞ്ഞ് ഞാൻ വണ്ടിയിൽ എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ 24 മണിക്കൂർ വിസ്തുതമാരുടെ ആരാധനയുള്ള ഒരു പള്ളിയാണ്. അന്ന് ഞാൻ ചെല്ലുമ്പോൾ ഈശോ മാത്രമേ അവിടെ ഉള്ളൂ. ഞാൻ നോക്കാൻ എന്നോട് പറഞ്ഞല്ലോ, ഈശോനോട് ചോദിച്ചില്ലേ നീ എങ്ങനെയാ പെരുമാറുന്നത്. അതിനുശേഷം ഞാനൊരു പ്രതിജ്ഞ എടുത്തു, എവിടെ ദിവ്യകാരുണ്യം ഇരിക്കുന്നോ അവിടെ ചെല്ലുമ്പോൾ ഞാൻ മുട്ടിൽ നിന്നോ സാഷ്ടാംഗം പ്രകടിപ്പിച്ചിട്ട് ഞാൻ കയറും. പക്ഷെ ഇപ്പൊ നട്ടലിൽ ഓപ്പറേഷൻ ചെയ്തിരിക്കുന്നുണ്ട്, ഇതെല്ലാം വെച്ച് കെട്ടിയിരിക്കുന്നുണ്ട്, കുനിയെടുക്കുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് കുനിയാൻ പറ്റത്തില്ല. പക്ഷെ ആ നിബന്ധന ഉണ്ടാകുന്നവരെ വിശുദ്ധമായിരിക്കുന്ന പള്ളിയിൽ ചെന്ന് ഞാൻ മുട്ടിൽ നിന്ന് സാഷ്ടാംഗം പ്രകടിപ്പിച്ചാൽ നീ എന്റെ കർത്താവാണ്. അത് മാത്രം. നമ്മുടെ ഈശോയ്ക്ക് നിങ്ങൾക്ക് ഈശോയായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് ജോൺ പോൾ പാപ്പ പറഞ്ഞത് വളരെ വളരെ കൃത്യമായ ബന്ധമാണ്. നമ്മള് വീട്ടിൽ നിന്ന് വൈകുന്നേരം ഒരു സ്ഥലത്ത് പോകാതിരിക്കട്ടെ, നമ്മുടെ ചാച്ച വീട്ടിലുണ്ട്, ചാച്ച അങ്ങോട്ടൊന്ന് പോവാ, അല്ലാതെ ചാച്ചനോട് എന്തിനു പോകുന്നൊന്നും പറയണ്ട. ചാച്ച സന്തോഷമായി, ചാച്ച വൈകാരിക്കും കേട്ടോ, ഇത്രയും പറഞ്ഞാൽ മതി. ഫീൽ. ഇതാണ് ഈശോയായിട്ടുള്ളത്. ജോൺ പോൾ പാപ്പ ഈ ഇന്ത്യയിലെ 1986 വരുന്നതിന് മുമ്പ് മലയാളം പഠിക്കാനായിട്ട് നമ്മുടെ തൃശ്ശൂരുകാരനൊരു ആർച്ച് ബിഷപ്പ് അദ്ദേഹത്തെ നോക്കുന്നു മറ്റാണ് അതിന്റെ വീട്ടുകാർ. അദ്ദേഹമാണ് മലയാളം പഠിക്കുന്നത്. അപ്പൊ കൃത്യത സമയത്ത് 10:30 മറ്റാണ് ചെല്ലുന്നത്. അപ്പൊ
ആർച്ച് ബിഷപ്പ് നേരത്തെ പോയിരിക്കും, മാർപ്പാപ്പ വരുമ്പോഴേ പഠിക്കണം. അപ്പോൾ കൃത്യം 10 മാർപ്പാപ്പ മുറിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ സ്റ്റഡി റൂമിലേക്ക് വരും. അപ്പൊ ചാപ്പലിന് മുമ്പ് ഇവിടെയായിരുന്നു, ഓടി ആദ്യമായിട്ട് കയറിയിട്ട് 10 കയറി. അപ്പൊ ഇറങ്ങി വരുമ്പോൾ ചിരിച്ചോണ്ടായിരുന്നു, നമ്മുടെ ബോസ് അവിടെ ഇരിക്കല്, പുള്ളിയോട് മലയാളം പഠിക്കാൻ പോകുന്ന പറയാൻ കയറിയതാ, എന്നാ ചെയ്യാൻ പോകുന്നത് ഞാൻ അവിടെ പോയെന്ന് പറയും. ഇത്രേ ഉള്ളൂ. അതാണ് ഈശ്വരനുള്ളത്, ആ കരുണയിലുള്ള ആശ്രയം, ദിവികാരനായിട്ടുള്ള ഈശ്വര ബന്ധം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മെ ആഗ്രഹിക്കുന്നു. ജപമാല പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഈശോയുടെ പ്രാർത്ഥനയാണ്. നിന്റെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്, നിന്റെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടത്. ഏതാ നിന്റെ ഉദരഫലമായി ഈശോ എന്ന് പറയുന്നതുകൊണ്ടാണ്. ഈശോ എന്നുള്ള പേര് ഇസ്രായേലിൽ ഒരു കോമൺ പേരാണ്. അതിനകത്ത് മറിയത്തിന്റെ ഉദരഫലമായി ഈശോ ലോകത്തിന്റെ രക്ഷകൻ. ബാക്കിയുള്ള ഈശോ ഒന്നും ലോകത്തിന്റെ രക്ഷകനല്ല, നിന്റെ ഉദരഫലമായ ഈശോ. വിശ്വാസിക്ക് ഒരു വലിയ തട്ടിപ്പാടുന്നുണ്ട്. നമുക്ക് നന്മ പറഞ്ഞവരെന്ന് പറഞ്ഞാൽ പ്രാർത്ഥന വരുന്നുണ്ട്, അതിനകത്ത് ആ വാക്ക് എടുത്തു കളഞ്ഞിരിക്കാം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ദൈവം മേരി നിന്നാമം വാഴ്ത്തിപ്പാടുന്നു. അത്രേ ഉള്ളൂ. നന്മ നിറഞ്ഞവളെ മേരി നിന്നാമം വാഴ്ത്തിപ്പാടുന്നു. അത് നന്മ നിറഞ്ഞവരെയുള്ള നല്ല മര്യാദസ്ഥിതിയാണ്. പക്ഷെ നന്മ നിറഞ്ഞവരെയും എന്നുള്ള പ്രാർത്ഥന അത് ദൈവത്തിന്റെ വചനമാണ്. ഈശോ ലോകത്തിലേക്ക് വരെ ദൈവം ഉണ്ടാക്കിയ ഒരു മന്ത്രമാണ്. അത് മാറ്റം വരുത്തിയാൽ അതിന്റെ ആ ക്രമം നമുക്ക് കിട്ടത്തില്ല. ഹല്ലേലൂയ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ ഫൗസ്റ്റീനോട് പറയാണ്, സഹനം വഴി നീ എന്നെ പ്രീതിപ്പെടുത്തുന്നു. ശാരീരികവും മാനസികവുമായ സഹനത്തിൽ സൃഷ്ടികളിൽ നിന്ന് സഹതാപം നീ കാക്ഷിക്കരുത്. നീ സഹനത്തെ കൂടുതൽ സ്നേഹിക്കുമ്പോൾ എന്നോടുള്ള സ്നേഹം കൂടുതൽ പരിശുദ്ധമാക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെ കുറിച്ച് നേരത്തെ അമ്മ നമ്മളോട് പറഞ്ഞ സഹനം എന്ന് പറഞ്ഞാൽ എന്താ? അൽഫോൻസാമ്മ സഹിച്ച പോലുള്ള സഹനം നമുക്ക് എല്ലാവരോടും ദൈവം ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നിങ്ങളുടെ വീട്ടിൽ കറിക്കരിയുമ്പോൾ നിങ്ങളുടെ കൈ മുറിഞ്ഞാൽ നിങ്ങൾക്ക് കയറും അല്ലേ? അതൊരു വേദനയാണ്. ആ വേദന ഇത് ഞാൻ ഇതേ കയറുള്ളൂ എന്ന് ചോദിച്ചു നിന്ദിക്കുന്ന ഒരു അവസരമാക്കാതെ ഈശോയെ ഞാൻ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി തടേക്ക് സമർപ്പിക്കുന്നതിനുള്ള ഒരു പ്രാർത്ഥനയായി മാറും. നമ്മുടെ അനുദിന ജീവിതത്തിലെ സഹനങ്ങൾ നമ്മൾ ആഗ്രഹിച്ചാൽ ഇല്ലെങ്കിൽ പറയാം, നിങ്ങൾ ഈ അല്ലെങ്കിൽ നടന്നാ വരുന്ന ഇത് ബുദ്ധിമുട്ടുണ്ട്. അത് അച്ഛൻ കുറച്ചുകൂടെ താഴെ കൊണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ ദിവസം പറഞ്ഞു തന്നാൽ നടക്കും. ആ സഹനം സഹിക്കുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ കൃപ കിട്ടും. സഹനത്തെ കുറിച്ച് പരാതി പറയാൻ സഹിക്കണമെന്നാണ് ഒത്തിരി പേര് സഹിക്കുന്നുണ്ട്, സഹനം പാഴാക്കി കളയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സഹനം പാഴാക്കിയ സംഭവങ്ങളുണ്ടെങ്കിൽ ഇന്ന് കർത്താവിനോട് പറയണം. കർത്താവ് അനന്തം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വിഷ്ണുകുമാരന്റെ ശക്തി അനന്തമാണെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഇന്നലെ ഇന്നും നാളെ ഒക്കെ ഒരു പവറുണ്ട്. നമ്മൾ ഇന്ന് വിഷ്ണുകുമാരനെ വേണ്ട 500 വർഷം മുമ്പ് മരിച്ച നമ്മുടെ കുടുംബത്തിലെ പൂർവികർക്ക് അതിന്റെ കൃപ കിട്ടും. കാരണം അതിന്റെ യോഗ്യത ഇൻഫിനിറ്റ് ആണ്. അപ്പൊ നമ്മുടെ കുടുംബ വൃക്ഷത്തിൽ എന്തെങ്കിലും ദുർബല കണ്ണികൾ ഉണ്ടെങ്കിൽ ആ കണ്ണികളെ ശക്തിപ്പെടുത്താൻ നമുക്ക് വിഷ്ണുകുമാരനോട് അതിന് മാത്രമേ സാധിക്കുള്ളൂ. അനന്ത യോഗ്യതയുള്ളത് കൊണ്ടാണ്. അതുപോലെ ഈശോ പറയാണ്, നീ എന്നെ സന്തോഷിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴെല്ലാം ദൈവത്തിന്റെ കരുണയെ കുറിച്ച് സംസാരിക്കാം. അതിശക്തവും അഗാധവുമായ കരുണ. നീ എന്നെ സന്തോഷിപ്പിക്കണമെന്ന് കരുതുമ്പോഴൊക്കെ ദൈവത്തിന്റെ കരുണയെ കുറിച്ച് സംസാരിക്കാം. അത് ഞാനിവിടെ ഒന്ന് പ്രസംഗിക്കുന്ന അതല്ല സംസാരിക്കുക എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിലൂടെ കരുണ കാണിച്ചു കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ ഇങ്ങനെ ജീവിക്കുന്നത്? അവൻ ഈശോയെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്, ദൈവത്തിന്റെ കരുണ സ്വീകരിച്ചത് കൊണ്ടാണ്. ബർണാഡ്സൺ എന്ന് പറയുന്ന ഒരു സിനിമാ സംവിധായകൻ ഒരിക്കൽ ലോകത്തോട് പറഞ്ഞു, കൽക്കട്ടയിലെ തെരുവുകളിൽ സാരി കൊടുത്ത ഈശോയെ ഞാൻ കണ്ടെന്ന്. കൽക്കട്ടയിലെ തെരുവുകളിൽ സാരി കൊടുത്ത ഈശോയെ ഞാൻ കണ്ടെന്ന്. ആരാ? അതാണ് തെരേസ. എന്നെ കാണുമ്പോ ഈശോയുടെ കരുണയെ കുറിച്ച് ആൾക്കാർക്ക് മനസ്സിലാവണമെങ്കിൽ എന്നിൽ കരുണ നിറയണം. കരുണ നിറയുമ്പോ കരുണ മനസ്സിലാവണം. ഈശോയെ എന്നെ അവിടുത്തെ ഞങ്ങളോട് കരുണയായിരിക്കണേ എന്നുള്ള പ്രാർത്ഥനയുടെ ലക്ഷ്യം തന്നെയാണ്. എന്നെ കരുണ കൊണ്ട് നിറയ്ക്കണേ തമ്പുരാനെ, എന്ന് പ്രാർത്ഥിക്കുക. അപ്പോഴാണ് നമ്മുടെ കരുണയെ കുറിച്ച് പ്രസംഗിക്കുക. നമ്മുടെ കരുണയെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കരുണയുടെ വാക്കുകൾ പറയുക, കരുണ പ്രവർത്തിക്കുക, കരുണയുടെ പ്രവർത്തികൾ ചെയ്യുക. വീണ്ടും ഈശോ പറയുകയാണ്, എന്നെ സമീപിക്കുന്ന അതേ സ്നേഹത്തോടെ എല്ലാ സിസ്റ്റേഴ്സും. ഫൗസ്റ്റീനയോട് പറയാണ്, എങ്ങനെയാണ് നിനക്ക് കരുണ പ്രകടിപ്പിക്കാനാകുക? നീ എന്നെയാണ് സമീപിക്കുന്ന അതേ സമീപനത്തോടെ എല്ലാ സഹോദരിമാരെയും സമീപിക്കുക. സിസ്റ്റേഴ്സ് എന്നുള്ളതിന് പകരം നമ്മൾ നമ്മുടെ അയൽക്കാരനാക്കിയാൽ മതി. നമ്മൾ കണ്ടുമുട്ടുന്നവരെയല്ല, ഈശോയാണ് കണ്ടുമുട്ടുന്നുള്ള സ്നേഹത്തോടെ നമ്മൾ ഇടപെടാൻ സാധിച്ചാൽ നമ്മൾ കരുണ പ്രവർത്തിക്കുന്നവരായി മാറും. ഇപ്പം അച്ഛനെ കാണുമ്പോൾ ഞാൻ എഴുന്നേറ്റിരിക്കുന്ന ഒരു അച്ഛനാണല്ലോ എന്നോർത്തല്ല, ഈശോയാണല്ലോ എന്നോർത്ത് ഞാൻ എഴുന്നേറ്റ് നിന്നാൽ എനിക്ക് ഈശോയുടെ പ്രതിഫലം, ഈശോയെ ബഹുമാനിക്കുന്നതിന്റെ പ്രതിഫലം. അല്ല പ്രായം ചെന്ന കാര്യമൊക്കെ തരത്തിൽ അച്ഛനെ കണ്ടിട്ടുള്ളത് ആ പ്രതിഫലമായിരിക്കും.
നമുക്ക് വേണ്ട ഏതാണ്? ഇവിടെയാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡിലും മനോഭാവത്തിലുള്ള മാറ്റം വരേണ്ടത്. ദൈവത്തിന്റെ കരുണയെ അനുഭവിക്കണമെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡിലും മനോഭാവത്തിലാണ് മാറ്റം ഉണ്ടാകുന്നത്. ഞാൻ ഈശോയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. നീ എന്റെ നാമത്തിൽ ഒരു പാത്രം പച്ചവെള്ളം കുടിക്കാൻ കൊടുത്താൽ, ദാവീദ് മനുഷ്യ സ്നേഹത്തിന് വേണ്ടി പച്ചവെള്ളം കുടിക്കാൻ കൊടുക്കാം. പക്ഷെ നമ്മൾ കുടിക്കാൻ കൊടുക്കുന്നത് ഈശോയുടെ സ്നേഹത്തിന്റെ പേരിലായിരിക്കണം. ഈശോയുടെ സ്നേഹം അവർക്ക് അനുഭവിക്കാൻ സാധിക്കണം. ഈശോയെ കുറിച്ച് നിങ്ങൾക്ക് ഒരാളോട് പറയാനൊരു ആഗ്രഹം ഉണ്ടാകണം. ആഗ്രഹം ഉണ്ടായതുകൊണ്ട് നിങ്ങൾ പറയണ്ട. ആഗ്രഹം ഉണ്ടായാൽ ആദ്യം പറയേണ്ടത് ഈ ദിവാരണത്തിന് മുമ്പില്ല. ഈശോയെ, ഇന്ന് എനിക്ക് ഈശോയെ കുറിച്ച് ഒരാളോട് പറയാൻ അവസരം തരണേ. ഈശോ തരും. നിങ്ങൾ ചാടിക്കയറി പറഞ്ഞാൽ നമ്മൾ അത് നെഗറ്റീവായിട്ടേ വരുള്ളൂ. ഞാനൊരു സംഭവം പറയാം. ഉണ്ടായ സംഭവമാണ്. ഒരു കെട്ടിയവന്റെ ജീവിതത്തിലെ കഥയാണ്. ഒരു ദിവസം കെട്ടിയവൻ ഓഫീസിൽ നിന്ന് ഓഫീസിൽ ഒരു ടെൻഷൻ അടിച്ചു വന്നപ്പോൾ ഭാര്യ ഏതാണ് ചെറിയ വർത്താനം പറഞ്ഞു. ചെറിയ വർത്താനം പറഞ്ഞപ്പോൾ ഞാൻ കഴിച്ച മുന്നേ അതൊരു അടിപൊളി അടിപൊളിക്കാന്നും കഴിയാലോ. പിന്നെ ഉണ്ടാകുന്ന ഭൂവം പറയാമല്ലോ, കരച്ചിലും ബഹളം ഒക്കെ. അപ്പൊ കുറെ കഴിഞ്ഞ് ഇയാൾക്ക് തോന്നി ചെയ്തത് മോശമായി പോയാലോ എന്ന് തോന്നി. അപ്പൊ അനുരഞ്ജനപ്പെടാനായിട്ട് ഭാര്യയുടെ അടുത്ത് എന്നാൽ ഇവിടെ ഇരിക്കുന്ന സ്ത്രീകൾക്കല്ലാതെ അനുരഞ്ജനപ്പെടാൻ വരുമ്പോൾ നമ്മുടെ സ്വഭാവം എന്താണ്. അപ്പൊ അനുരഞ്ജനപ്പെടാൻ ചെന്നപ്പോഴത്തേക്ക് ഇയാള് എന്നാ പറയണ്ടേ? ഇയാൾ പറഞ്ഞി ഞാൻ അറിയാതെ പറ്റുള്ളൂ. അറിയാതെ, നിങ്ങൾ അറിയാതെ അറിഞ്ഞോണ്ടാന്ന് പറഞ്ഞ് കുറെ പറഞ്ഞു. ഞാൻ രക്ഷയില്ലെന്ന് പറഞ്ഞ ഇയാൾ പോയി. അപ്പൊ കുറെ നേരം ഇരുന്നപ്പോ ഞാൻ ഇങ്ങനെ ഇനി എന്താ ചെയ്യണ്ടേ? അപ്പൊ ഇയാൾക്ക് തോന്നി അറിയാതെ അത് പറഞ്ഞാൽ സമ്മതിക്കുക, എന്നാ പിന്നെ അറിഞ്ഞോണ്ടാന്ന് പറയാം. ഇയാളെ തോന്നി ഞാൻ അറിഞ്ഞോണ്ടാ തല്ലിയത്, നീ പറഞ്ഞ പോലെയാ. എനിക്കറിയാം, എന്നെ തല്ലി കൊന്നു. വേറെ കെട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന പിന്നെ അനുരഞ്ജനം നടക്കുക. ഇത് കഴിഞ്ഞപ്പോഴാണ് എന്താ ചെയ്യണമെന്നറിയാം. മരക്കലച്ചന്റെ അടുത്ത് മരക്കലച്ചനോട് സംഭവം. മരക്കലച്ചൻ പറഞ്ഞ അനുരഞ്ജനം ഇങ്ങനെ നടക്കുകയല്ല. നീ ആദ്യം ഈശോയോട് വരുന്നതിനോ, നീ ആദ്യം ഈശോയോട് വരുന്നത്. ഈശോ, ഞാനിങ്ങനെ രക്ഷപ്പെട്ട് വന്ന ഈശോയ്ക്ക് അറിയാതെ വിഷമിച്ച് വന്നതാ. എന്റെ വേർന്ന ചെറിയെന്ന് പറഞ്ഞു. ഞാൻ അടി കൊടുത്തു. അത് തെറ്റായിപ്പോയി. എന്നോട് കൊടുക്കണം ഈശോ. ഞാൻ പറഞ്ഞ അവൾ ഇപ്പോഴും കീറി കഴിക്കാതെ പറഞ്ഞു. അതുകൊണ്ടൊന്ന് ഞങ്ങളെ ഒന്ന് സെറ്റിലാക്കണം. നീ വളരെ ഈശോയുടെ മുമ്പ് ഇരിക്കണം. ഈശോ അന്നേരം നിന്നോട് സംസാരിക്കും. ഈശോ സംസാരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ബൈബിളിലൂടെയാണ് സംസാരിക്കുന്നത്. അതെങ്ങനെയാണ് ബൈബിളിലൂടെ സംസാരിക്കുന്നത്? നിന്റെ ആവശ്യങ്ങളല്ല ഈശോ നേരത്തെ സർവശക്തനായ ദൈവമല്ലേ എഴുതിയിരിക്കുന്നത്. നിന്റെ ആവശ്യങ്ങൾ നീ പറയാൻ പോകുന്നത് എന്താണെന്നൊക്കെ പറയുന്നതിന് മുമ്പ് അറിയാം. അതുകൊണ്ട് ഇവിടെ ഉത്തരവുണ്ട്. നീ മറിച്ച് നോക്കണം. മറിച്ച് നോക്കുമ്പോൾ ഈശോ നിന്നോട് സംസാരിക്കും. ഈശോ നിന്നോട് സംസാരിക്കും. ആ ഉത്തരം ശരിയായിരിക്കും. ഞാൻ മുമ്പേ പറഞ്ഞു വന്ന കഥ പൂർത്തിയാക്കാത്തൊരു കഥയുണ്ട്, സാറിന്റെ കഥ. ദിവാരണത്തിന് മുമ്പ് ഞാൻ പോയി അവിടെ സാഷ്ടാംഗം പ്രണമിച്ചു. കുറെ നേരം ഞാൻ ഈശോയോട് വഴക്കൂടി. സാറേ ഇങ്ങനെ ഈശോ ഇങ്ങനെയൊക്കെ എങ്ങനെയാണ്? അതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ലൊരു പ്രാർത്ഥന. ഈശോ ഇങ്ങനെയൊക്കെ എങ്ങനെയാണ്? ഈശോയുടെ കാര്യമാണെന്ന് പറഞ്ഞ് നടക്കുന്നവർക്കെല്ലാം എല്ലാവരും തൊഴി. ഞങ്ങൾ തൊഴിയൊക്കെ പഠിച്ചു കളഞ്ഞാൽ പോലും ഞങ്ങൾ നീ കർത്താവ രക്ഷകനാ സർവശക്തനാന്നൊക്കെ പറയും. കാണുന്നവരൊക്കെ ഞങ്ങൾക്ക് തൊഴിക്കുകയും ചെയ്തു. ഇത് പറ്റുമോ ഈശോയെ? കുറെ നേരം നമ്മളങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ വേറെ പഠിക്കാൻ ആരും ഇല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് അല്ലെങ്കിൽ കൂടുതലായിട്ട് പറയാം, ഒരു കസര ഇട്ടെന്ന് പറയാം. ഇത്രയും പറഞ്ഞു കഴിയുമ്പോൾ നമ്മളങ്ങ് വളരെ ശാന്തമാണ്. നമ്മൾ ഭയങ്കര ശാന്തമായി, നമുക്കൊരു ഭയങ്കര പീസ് ഓഫ് മൈൻഡ്. നമ്മൾക്ക് കോപം മാറാനുള്ള ഏറ്റവും നല്ല ഈശോയോട് കോപിക്കാതെ ഈശോയുടെ പ്രബന്ധത്തിനോടാണ് അവർ എന്റെ കർത്താവ് മട്ടത്ത് കണ്ടു ഇങ്ങനെ ഒരു സാധനത്തിനാണ് എന്റെ തലവ് ഇങ്ങനെയൊക്കെ കുറെ നേരം പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് മുഴുവൻ പുള്ളി ഒരിക്കലൊന്നും പറയാതെ കേൾക്കുന്നതല്ലേ. കുറെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ മറിച്ച് നോക്കണം ബൈബിൾ എന്താ ഈശോ പറയുന്നത്. ഞാൻ എന്താ പറയാം, ഈ സാറിന്റെ ഇതെല്ലാം പറഞ്ഞു ചെയ്യാൻ ബൈബിൾ എടുക്കും. അന്നാണ് യെശയ്യാ പ്രവചനം 62 അങ്ങനെ ഒരു അധ്യായം ഉണ്ടെന്ന് ഞാൻ ആദ്യം കാണുന്നത്. ഞാൻ ബൈബിൾ വായിച്ചിട്ടുണ്ട്, പലപ്പോൾ വായിച്ചിട്ടുണ്ട്. യെശയ്യാ 62 തുടങ്ങുന്നത് എങ്ങനെയാണെന്നറിയാമോ? സിയോന്റെ ന്യായം പ്രഭാതം പോലെയും യെരൂശലേമിന്റെ രക്ഷ ജ്വലിക്കുന്ന പന്തം പോലെയും പ്രകാശിക്കുന്നത് വരെ അവളെ കുറിച്ച് ഞാൻ നിസ്സഹായനോ നിഷ്ക്രിയനോ ആയിരിക്കുകയില്ല. ആരാ സിയോൻ? എന്റെ പട്ടണം. യെരൂശലേം മല എന്റെ നഗരം, എന്റെ മല എന്റെ നഗരം. അവർക്ക് നീതി ലഭിക്കുന്നവരെ ഞാൻ നിസ്സഹായനോ നിഷ്ക്രിയനോ ആയിരിക്കില്ല. ഐ ആം ഗോയിങ് ടു ആക്ട്. ഞാൻ പ്രവർത്തിക്കുന്ന ദൈവമാണ്. 12 വചനങ്ങളാണ് അധ്യായത്തിലുള്ളത്. 12ാമത്തെ വചനത്തിൽ ദൈവം പറയുന്നതെന്നറിയോ? ദൈവത്താൽ രക്ഷിക്കപ്പെട്ട ജനമെന്ന് അവർ വിളിക്കപ്പെടും. ആരാ? ഈ പരിത്യക്തരായ നഗരം. നിങ്ങൾ കണ്ടോടാന്ന് പറയട്ടെ. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ഓടി വീട്ടിൽ വന്നത് മൊബൈൽ ഫോണൊന്നുമില്ല, ലാൻഡ് ഫോണാണ്. ഞാൻ ലാൻഡ് ഫോൺ വിളിച്ചിട്ട് ഈ സാറിനോട് പറഞ്ഞു, സാറേ ഇതാ സാറിനുള്ള ഈശോയുടെ സന്ദേശം. യേശയ്യായുടെ പ്രവചനം 62:12 സെന്റൻസ് വായിച്ചു ചോദിച്ചു. ടെലിഫോണിന്റെ അങ്ങേറ്റത്തുന്ന ഉദ്യോഗസ്ഥൻ കരയുന്നത് ഞാൻ കേട്ടു. അതേ ഫോൺ വെച്ചു, ഒന്നും വേണ്ടിയില്ല. ദൈവവചനം പറഞ്ഞാൽ പിന്നെ നമ്മൾ വ്യാഖ്യാനമൊന്നും കൊടുക്കണ്ട. ഫോൺ വെച്ചു. പിറ്റേ ദിവസം അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞാൽ ഇന്നലെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയെന്ന് പറഞ്ഞു. ഒത്തിരി ദിവസം പോയി നല്ല സുഖമായിട്ട് ഉറങ്ങിയെന്ന് പറഞ്ഞു. പരിശുദ്ധാത്മ പ്രവർത്തിച്ചു. പ്രിയപ്പെട്ടവരെ ബാക്കി കൂടെ പറയാം. ഒരു 10-15 ദിവസത്തിനകം ഇദ്ദേഹത്തിനുണ്ട് പാര വെച്ചെന്ന് പറഞ്ഞ് സകല ഉദ്യോഗസ്ഥന്മാരും അവരുടെ പോസ്റ്റിൽ നിന്ന് മാറ്റപ്പെട്ടു. ഇദ്ദേഹം ഒന്നും ചെയ്തിട്ടല്ല. ചിലർക്ക് പ്രൊമോഷൻ കിട്ടി, ചിലർക്ക് പോസ്റ്റിലേക്ക് വിടേണ്ടി വന്നു. എല്ലാവരും പോയി. ഞാൻ പ്രവർത്തിക്കുന്ന ദൈവമാണ്, ഞാൻ കരുണ കാണിക്കുന്ന ദൈവമാണ്, ഞാൻ ഇടപെടുന്ന ദൈവമാണ്, ഞാൻ നിസ്സഹായനായ ദൈവമല്ല.